രാവിലെ കണ്ണാപ്പിക്ക് കൊടുത്തു. എന്ത് നീ കൊടുത്തത് ഇതാരാടാ? ആ മൊത്ത ചായ വിടറാ കണ്ണാ. വിളിക്കുന്നുണ്ട്, ഒന്ന് ചെല്ലണം. ഒരു കേസായിട്ടുണ്ട്, ഒന്ന് ഡീൽ ചെയ്യണേ. ചന്ദ്രു ഇല്ല ഒരു ടിപ്പാര പയ്യ വിളിക്കുന്നു. ഹലോ ആ പറഞ്ഞ കൊല്ലല്ലേ ആ പറ വലിയ പേരാണേ. ഏതോ ഒരു അപരാധി ഡ്രസ് അകത്ത് പറഞ്ഞൂടെ ഇങ്ങനെ പ്രശ്നം കൊണ്ടുപോകും ബ്രോനെ. ബ്രോനെ അതിനൊന്ന് കൊണ്ടുപോകും. സുഖമില്ലേ കാണാ? ഒരു സെക്കൻഡ് ബ്രോ. ഓക്കെ സന്തോഷം, ലവ് യു. ഹലോ കേക്കാണാ? കത്തിക്കുന്നത് ഇറങ്ങടാ പട്ടി, ഇറങ്ങടാ. ഇത് ആള് ഡ്രസ് മാറ്റം ലാഗടിക്കുന്നു. അത് മനസ്സിലായി. ഇതാരാ ഇത്? കേക്കലാണാ? അല്ല 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 അല്ലേ കണ്ണാപ്പി അത് പറയാൻ വേണ്ടിയാണ് വന്നത്. സംഭവം നിന്നെ അതല്ലടാ നീ പണ്ട് കാണാതായപ്പോഴത്തേക്കടാ. എടാ അതായത് നിനക്കെങ്ങനെ അറിയാം? ഞാനൊന്ന് പറയട്ടെ എടാ കണ്ണാപ്പി, ഞാൻ ഒന്ന് പറഞ്ഞ് തീരട്ടാ. അത് അടങ്ങ്. എടാ നിന്നെ കണ്ണാപ്പി നീ എന്തിനു പേടിക്കണ ഇങ്ങനെ? സത്യങ്ങൾ പറയുമ്പോ നിന്നെ പേടിക്കണ എന്തിനാണ്? എടാ പണ്ട് അനാഥാലയത്തില് ഒരു കുഞ്ഞിനൊരാള് കൊണ്ട് എന്റെ കൈ തന്നപ്പോഴേ നിന്നെ ഞാനാണല്ലോ വാങ്ങിച്ചു. എന്റെ കയ്യിലാണ് നിന്നെ മേടിച്ചത്. നിനക്കെങ്ങനെ അറിയാടാ? എടാ നീ ഒന്ന് കൈക്കുഞ്ഞാ, നിനക്ക് അറിയാന്നാ? ആദ്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെ അച്ഛന് അച്ഛന് ലുക്ക് വേണോന്ന് ഇങ്ങനെ പറയുന്നത് കണ്ണാപ്പി അല്പത്തരാണ്. കേട്ടാ ഇതൊക്കെ അല്പത്തരാണ് കണ്ണാപ്പി. നീ ഇങ്ങനെ ചെയ്യല്ലേ ദയവ് ചെയ്ത്. നീ സോനം പാപ്പടി ഇതാ കാണാതെ പോയ ഉന്നടാ മോൻ. ചന്ദ്രന്റെ പേരെന്താണോ സേവ് ചെയ്തേക്കുന്നത്? ചന്ദ്രന്റെ പേര് ആളിയൻ ഊമ്പിയാ. ആ ഡേ ഞാനൊരു കാര്യം പറയട്ടെ കണ്ണാപ്പി, നീ നിന്റെ അച്ഛനായിട്ട് അങ്ങനെ ഇതാക്ക്. പിന്നെ ചന്ദ്രനൊക്കെ ഏറ്റെടുത്താ ഇല്ലല്ലോ പറഞ്ഞത് ചന്ദ്ര ഓരോ സൂര്യബോധ തലയിലെടുത്ത് വെച്ചോ. അലീനക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അലീന ഓക്കേന്നാ പറഞ്ഞത് മോനെന്ന് പറഞ്ഞപ്പോ. ഹലോ കേട്ടില്ല. ഇതിനൊക്കെ കണ്ണാപ്പി ഞാൻ പറയട്ടെ കണ്ണാപ്പി, നീ മുഖത്ത് കാക്ക കാഷ്ടിച്ച പോലെ ഓരോന്ന് വരച്ചോണ്ട് നടന്നിട്ട് ആൾക്കാർ നിന്നെ ഒന്നും പറയുന്നില്ല. അപ്പൊ നീ അവനെ കളിയാക്കാൻ പാടില്ല, മനസ്സിലായ? ഇത്ര നികൃഷ്ട ജീവിയെ പോലെ നടന്നിട്ട് നിന്നെ ഇവിടെ ആരും നിന്നെ ഇവിടെ ആരും പോയിട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് നീ പാവ അവന് ഇച്ചിരി വയറ് അവൻ ഇച്ചിരി വയറ് വന്നപ്പോഴത്തേക്ക് നീ അവനെ വയറിനെ വെച്ച് കളിയാക്കണ. എടാ അലീനയുടെ അനിയല്ലേ? എടാ കണ്ണാപ്പി അലീനയുടെ അനിയല്ലേ? അവളല്ലേ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കണേ? അത് നിനക്കിത്ര എണ്ണം എന്താണ്? അവള് നോക്കിക്കോളും. ചെലപ്പോ ഇടയ്ക്ക് ഉരച്ചു നോക്കണേ പിത്തളായെന്ന്. ഞാൻ പറട്ടെ, ഇവനെ 5 ദിവസം ഭക്ഷണം കൊടുക്കാനും ചന്ദ്രനെ വരെ തിന്നു, മനസ്സിലായ? ആ സൈസ് സാധനം. കണ്ണാപ്പിടെ നമ്മളെ കുടുംബക്കാർക്ക് ഇപ്പൊ മനസ്സിലായി ആരുടെ കുടുംബം കേട്ടല്ലോ എല്ലാരും.
നമ്മുടെ കുടുംബക്കാരനാണോ ദേവനായിട്ടല്ലോടാ ഞാൻ അലീനയുടെ ആയിരുന്നു ഉദ്ദേശിച്ചേട്ടാ. ചന്ദ്രന്റെ മോൻ തന്നെ ചന്ദ്രന്റെ മോൻ തന്നെ സൂര്യബോസ് വളർന്നു വലുതായി ஆறாண்டு சூரியன் போச்சு என்னடா கள்ளம் பறிஞ்சிட்டு இருக்க என்னடா உனக்கு பச்சை மூடி தந்தானே എടാ കണ്ണാപ്പി എല്ലാ പേരും എത്തിലാണ് നടക്കുന്നത് കണ്ണാപ്പി നിന്നെ എടാ നിന്നെ എടാ അവൻ അച്ഛനുണ്ട് നിനക്ക് അച്ഛനുണ്ടെന്നാ ചോദിക്കണേ. സൂര്യബോസ് ഇങ്ങനെ വിളിക്കാറില്ലേ കൊച്ചി ഇറക്കിയ ചെറുതായിട്ട് വലുതായി എന്നാലും ബുദ്ധിക്ക് വരുമെന്ന് പറയുന്നില്ലല്ലോ ചന്ദ്രന്റെ മോൻ തന്നെയല്ലേ ആ ബുദ്ധിയല്ലേ കിട്ടൂ അതിന് മാറ്റം എടാ നിനക്ക് കണ്ണാപ്പി നിനക്ക് ബുദ്ധിയില്ലല്ലോ കണ്ണാപ്പി നിനക്ക് എന്ത് ബുദ്ധി ഉണ്ടെന്നാ നിനക്കെന്ത് ബുദ്ധി ഉണ്ടെന്നാ ബെൻസിന്റെ ബോഡിയാണേലും എഞ്ചിൻ ഇപ്പോഴും മറ്റേ ലോറ ഇടാതാ കണ്ണാപ്പി ലോറ എന്തിയടാ കണ്ണാപ്പി ലോറ എന്തിയേ ലോറ എന്തിയേ നിന്റെ കാമിക്ക് എന്തിയേ ധന ഏത് ധന പക്ഷെ നീ നിന്റെ വാവയെ മുത്തേന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന ലോറ എന്തിനാണ് ചോദിക്കണേ അങ്ങ് അടന്നല്ലടാ അങ്ങ് അടന്നല്ലടാ അങ്ങ് ഏവലെ അങ്ങ് അടന്നല്ലടാ അങ്ങ് പിന്നെ മിണ്ടാതെ എന്നോണം പിന്നെ കേട്ടാ പിന്നെ വാതുറക്കല്ലേ കേട്ടാ പലതും അഴിയും ഇവിടെ. ഇതാണ് നിന്റെ അളിയൻ ഇതാണ് നിന്റെ അളിയൻ കേട്ടാ ആ പച്ചമുടി ആ നീ അവനെ അച്ഛന്ന് വിളിച്ചോ കുറച്ച് ദിവസം അച്ഛാന്ന് വിളിക്കണമാ ഹലോ അച്ഛാ ഞാൻ നിന്റെ അളിയനായിട്ട് നിന്നെ അളിയനായിട്ട് എടുക്കണമെങ്കിൽ നീ അവൻ അച്ഛാ വിളിക്കണം. ചേച്ചി എന്താ ഡൗട്ട് ചോദിച്ചോട്ടാ എന്നെ നീ അച്ഛാന്ന് വിളിക്കണം നീ കണ്ണന്റെ മോനാണെങ്കിൽ അലിന ചേച്ചി അച്ഛനെ വിളിച്ചാ நீங்க செத்து போவீங்களா? இல்ல சத்தவில்லை. தெய்வமாடா நீ சொன்னல்ல பழிக்கணும். നീ എല്ലായിടത്തും പറയണം ഏൻ പേര് നിന്റെ പേരെന്തോ പീട്ടറാ ഏൻ പേര് സോമു ഏ അപ്പാ പേര് കണ്ണാപ്പി അമ്മ പേര് തെരിയാതെ ഓക്കെ നിന്നെ വിളിക്കുന്ന കണ്ണാച്ചാന്ന് എന്നെ ഈ അണ്ണന്റെ இதுதான் உன்னோட டியூட்டி ചേച്ചിയെ ഞാൻ പാത്തുക്കറேன் കവലപ്പെട വേണ്ട കണ്ണാച്ചൻ ഉന്നോട് അച്ഛൻ വന്നിട്ട് കണ്ണച്ചാ കണ്ണച്ചാ പുണ്ടച്ചിയാ പച്ച പുണ്ടച്ചി അച്ഛന്റെ ഊറി അച്ഛന്റെ ഊറി കണ്ണച്ചാ ഊറി എന്റെ കൈ കണ്ടോ നിന്റെ വയറ്റിപ്പിടിപ്പ് പോണ്ടെങ്കിൽ നീ ഉണ്ടായിരുന്നോ എന്തായാലും ഇനിയിപ്പോ നീ അവനെ സ്വന്തം പോലെ സൂര്യബോസ് നോക്കിയോളാ കണ്ണപ്പി കാരണം അവൻ അച്ഛനെ കൂടെ നോക്കിയാ സിറ്റി വന്നേ അപ്പൊ അവൻ അച്ഛനെ കിട്ടി എന്തായാലും പോട്ടെ ഇവരുടെ മെയിൻ മെഷീനിൽ കയറി നിൽക്കാൻ പറ്റുമോ കയറി നിന്നാ തന്നെ അത് പൊട്ടിപ്പോല്ലോ എടാ നീ അവന്റെ അച്ഛനടാ ഇങ്ങനെയാണ് സംസാരിക്കണ്ട നബി പിന്നെ ഇത് ഉറങ്ങണടാ വിളിച്ച് നിന്ന് എണീപ്പിച്ച് ചെന്ന് വിളി സ്വന്തം മോനെ കുറിച്ച് എന്തൊക്കെയാടാ ഈ പറയുന്നേ പാവപ്പെട്ട മോനെ കുറിച്ച് എന്തൊക്കെയാടാ കണ്ണാപ്പി പറയുന്നേ ഹലോ കണ്ണച്ചാ സുഖമാണോ
നിനക്ക് നിനക്ക് 10 ബർഗർ തരാം. 10 ബർഗർ തരാം. ചന്ദ്രനെ അച്ഛന്ന് വിളിച്ച 10 ബർഗർ அச்சன் தர തരാം. அம்மா வரை 6 தரும் தாங்க அச்சா പാവടാ പാവടാ എന്റെ പൊന്നോ. വിഴുത്തേട്ടാ ചന്ദ്രനൊക്കെ ഏറ്റെടുത്തോ? വിഴുത്തേട്ടാ ഇങ്ങോ കണ്ടാ போடுங்க அச்சா കണ്ണാപ്പി ഇപ്പൊ കോംപ്രമൈസ് ചെയ്യില്ലെങ്കിൽ ഇതിപ്പോ കോംപ്രമൈസ് ചെയ്ത് ചുറ്റി മൊത്തം പറഞ്ഞു നടക്കവേ ஃபுட் உண்டா அச்சா பொன்னச்சா ஃபுட் உண்டா പൊന്നച്ചല്ല കണ്ണച്ച് പൊന്നച്ചാന്നെ കളിക്കട്ടാ ஃபுட் உண்டா ഇല്ല പൊട്ടിച്ച ப்ளீஸ் அச்சா കൊടുക്കണ ഒരു മോന്റെ ആഗ്രഹല്ലേ அம்மா என்ன வரும் அம்மா இல்ல ആണോ? അമ്മ എന്ന് പറഞ്ഞാ പേരെന്തില്ല ധന്യയോ என்ன വരും അടിച്ചിരിക്കുക. എനിക്ക് ചന്ദ്രനെ പോലെ കുടുംബവുമായിട്ട് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല. എടാ അവന് താല്പര്യം നീ കന്നിടത്തെല്ലാം പോയി വെടിവെച്ച് നടന്നിട്ട് കൊച്ചുണ്ടാകുമ്പോ ഇങ്ങനെ പറഞ്ഞ ചന്ദ്രു ഇളം പ്രായം. അപ്പൊ ഇത് കണ്ടറിയാ ഇതാരുടേന്ന് പ്രായമാണ്. ഇത് കണ്ടറിയാ ഇത് ആരുടേന്ന് കേട്ടാ ഫേസ് കട്ട് വെച്ചോ കാടെ. കണ്ണാ ഇത് കണ്ടറിയാ ഇത് ആരുടേന്ന് കേട്ടാ കേട്ടാ കണ്ണാപ്പി ചന്ദ്രൻ ഒന്ന് വരാം. നീ അധികം സംസാരിക്കല്ലേ ഇങ്ങ് ചന്ദ്രൻ ഒന്ന് വരാം. എടാ നിന്നെ നമ്മുടെ രണ്ടുപേരുടെ കോമഡി ശത്രു ബാബുശേട്ടന്റെ ഒരു ചെറിയ ശബ്ദമൊക്കെ ഇല്ലേ? ഇല്ല സൗണ്ട് ബാബുന്റെ ഇല്ല ഇല്ലല്ലേ? അത് പറഞ്ഞപ്പോഴാ ബോസണ്ണ ബാബുന്റെ സൗണ്ട് അല്ല നിന്റെ സൗണ്ട് അതെ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ആ. രാജ എടാ അമ്മാവുടെ പേര് കിടച്ചാച്ച് ധനലക്ഷ്മി ധനലക്ഷ്മി போன்ல பாக்குறேன் நோட் பண்ணிக்கிட்டமா ധനലക്ഷ്മി நோட் ചെയ്തിക്കறேன் സൂപ്പർ എനിക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട് ബോസണ്ണ. அப்பா நேம் ബോസണ്ണ ഓൾറെഡി നിന്റെ നോട്ട് കണ്ണാ അപ്പാനെ സേവ് ചെയ്തിട്ടുങ്കോ അപ്പാനെ ഇത് രാജ. ആ രാജയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ രാജ ആർ. ആ ആറിന്റെ ഇനീഷ്യലിലെ ഫുള്ള് ഒന്ന് പറഞ്ഞു കൊടുത്താണ്. രായനാണോ രാജ ആർ. രായണ്ണന്റെ മോനാന്നൊരു എനിക്ക് ഡൗട്ട് ഇല്ല, ഏബല്ല ഡൗട്ട്. ബോസണ്ണ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖത്തോട്ട്. ഇല്ല രായന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്നേ ഉള്ളൂ. രായന്റെ പിന്നെയും കട്ടുള്ള സ്വരൂപം പിടിക്കാം. ഇല്ല കണ്ണാപ്പി കറക്റ്റ് നിന്റെ കട്ട് തന്നെ, നിന്റെ കട്ടും നിന്റെ സ്വഭാവവും എന്റെ ഞാൻ ഇവനും തമ്മിൽ എന്ത് ചന്ദ്ര ഇത് സ്വഭാവം എന്റെ അപ്പൂപ്പനെ കണക്കിരിക്കുക. കണ്ണാപ്പി போடும் പറയാനും അച്ഛാ കണ്ണാപ്പി എല്ലാ ആർക്ക് തെറ്റ് പറ്റും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ്. ഇപ്പൊ ഞാൻ സൂര്യബോസനാണ്, ഞാൻ കൊണ്ടുപോയില്ലേ, നമ്മള് തെറ്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മള് ചന്ദ്രയൊക്കെ ഏറ്റെടുത്താൽ എടാ കഴിച്ച ബർഗറിലെ കൂടെ തോന്നുമ്പോ നിനക്ക് അച്ഛനായി തോന്നുന്ന ആരെയാണ്? ஒரு பார்த்தது அச்ச போலே ഉണ്ട് അച്ഛ സുഖം എല്ലാം ഹാപ്പി മാരീഡ് ലൈഫ്. എടാ വിളിക്കണ്ടാ എന്താ ഒരു പച്ച കളർ മുടി വരാത്തെ പറ. പച്ച കളർ മുടി നീ പെയിന്റ് അടിച്ച് കളർ അടിച്ചല്ലേ നീ? ആ പിന്നെ കളർ പിന്നെ നീ തവളരെ പിന്നെ നീ തവളരെ പോലെ നിനക്ക് ജനിക്കുമ്പോഴേ പച്ച കളർ ഉണ്ടാവേ. പിന്നെ ആ പോളെ അമ്മയിലൊക്കെ ഉണ്ടാവും. ധനലക്ഷ്മി മീൻ കറിയല്ല ധനലക്ഷ്മി ഉണ്ടല്ലേ ധനലക്ഷ്മിയാണ് ഉന്നോട് അമ്മ. അല്ലല്ലോ കുഴപ്പമില്ല കണ്ണാപ്പി. ഞാനും ആദ്യം ഇങ്ങനെ ചന്ദ്ര എനിക്ക് കുടുംബ കുട്ടികളായിട്ട് കിടക്കാൻ ഇത് ഏറ്റെടുക്കുന്നത് പറയാൻ വേണ്ടി എന്റെ കൊച്ചല്ലല്ലോ, ഇത് നിന്റെ ഓരോ കലാവിരുന്നുകൾ നീ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനെ പിടിച്ചോണ്ട് എനിക്ക് തോന്നുന്നത് ഇത് സൂര്യബോസിന്റെ ശാപമാണെന്ന് എനിക്ക് തോന്നണട്ടാ. കാരണം അല്ല അലീന ആ സൂര്യബോസിന് എന്തൊക്കെ കളിയാക്കിട്ടുണ്ടല്ലേ കണ്ണാപ്പി? എന്തൊക്കെ പറഞ്ഞു പാവോടെ കണ്ണാപ്പി ആ സൂര്യക്ക് എന്തൊക്കെ നീ ആ സൂര്യ പറഞ്ഞോട്ട് നീ സൂര്യബോസിനെ പാവത്തിനെ ഹലോ അലീന ഇതൊക്കെ തലയിലടിച്ച് വെക്കല്ലേ. നിന്റെ തന്നെ ഇത് തലയിലടിച്ച് വെക്കല്ലേ. നടുവോടെ ഇറങ്ങണേ. നല്ല സംസാരിക്കും ആ ഇതാ ആരിത് എന്താ ഡ്രോങ് ആവണ നീ പാട്ടി ആ മുതലിനി ആ പറ എന്താ എങ്ങോട്ട് ഒളിഞ്ഞു കേൾക്കാൻ ചിലവരങ്ങ് നടക്കുക കേട്ടോ. ഒന്ന് ശ്രമിക്കോ
ഇതെത്ര 10 100 എത്ര ഇത് എത്ര എന്റെ ഉള്ള ആക്കിയ കൊണ്ട് ബോണ്ടാക്കി 10 100 1000 15 ലക്ഷം 10 ലക്ഷം എടാ എനിക്കിനി 1 കോടി വേണം എന്നാലേ ബോണ്ടാക്കാൻ പറ്റൂ. നമ്മളിലുണ്ടായിരുന്നൊക്കെ നമ്മള് ബോണ്ടാക്കി ഓക്കെയോ ബ്ലാക്ക് എത്ര ഉണ്ടായിരുന്നു? അടുത്ത സിറ്റി തന്നെ ബ്ലാക്ക് കയറി കൈവച്ചോണേ. ഹലോ 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 ബ്രോ എടാ പമ്പിന്ന് നല്ല കച്ചവടമൊക്കെ ഇല്ലേ? കച്ചവടം ഉണ്ട് പക്ഷെ കച്ചവടത്തെ പൈസ പോകുന്നുണ്ട്. എന്റെ പേര് അലക്സ്. ചില പേർ അല്ല ഈ പമ്പം നോക്കണം കണ്ണപ്പിലേക്ക് അല്ല കണ്ണപ്പിലേക്ക് എന്ത് സ്നേഹോടാ നിങ്ങൾ എന്ത് സ്നേഹോടാ എന്ത് സ്നേഹോടാ കണ്ണപ്പി നിങ്ങള് തമ്മില്. ഇനി പെണ്ണ് പോലും കിട്ടത്തില്ല ഏട്ടാ, ഇത്ര വലിയൊരു മോനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്. നിനക്ക് പെണ്ണായില്ല ധനലക്ഷ്മി അവന്റെ അമ്മ. എടാ നിങ്ങളെ ഇടയ്ക്ക് എടാ കണ്ണാപ്പി ഞാൻ കേൾപ്പട്ടെ എടാ നിങ്ങളുടെ ഇടയ്ക്ക് അവരെ കിടത്തണേ. അവൻ രാത്രി പേടിയാ. നിന്റെ ധനലക്ഷ്മി ഇടയ്ക്ക് കിടത്തണേ. ഇവന് വേണ്ടി വരും. ഹലോ ഞാൻ ധനലക്ഷ്മി സെറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അത് ശരി നോക്കുന്നുണ്ട് ബോസണ്ണ. സൂപ്പർ ഗേളോ സോമുന്റെ അച്ഛാ. ചന്ദ്രൻ ഞാൻ ഫോട്ടോ എന്നെ കാണത്തുണ്ട്. ജർമ്മൻ സോമു ചെല്ലില്ലേ നിങ്ങളുടെ അച്ഛൻ ജർമ്മൻ സോമു. സൂപ്പർ ഗേൾ വെൽക്കം ടു ലൈവ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അയ്യോ ഓ ഹാപ്പി. കുക്കണ്ണ അനാവശ്യമായിട്ട് എന്റെ കൊച്ചിനെ ഇതാക്കൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. കേട്ടോ കുക്കണ്ണ സ്റ്റാറ്റിസ്റ്ററി നോക്കട്ടെ ഞാൻ എന്തൊക്കെ പറഞ്ഞ നോക്കട്ടെ. ഇൻസ്റ്റയിലൊള്ളി ചന്ദ്ര നോക്കി ചന്ദ്ര എടാ കുക്കണ്ണ പരനാറി. ഈ സൂപ്പർ ഗേളിന്റെ വിർച്വൽ ഗേൾഫ്രണ്ടാ നിങ്ങൾ എന്തായി പറയുന്നേ? എന്നെ ഒത്തിരി ഹർട്ട് ചെയ്ത് ചന്ദ്രുന്ന്. കുക്കണ്ണ അനാവശ്യമായിട്ടെന്റെ കൊച്ചിനെ ഹർട്ട് ചെയ്താണ്ടല്ല. ഇല്ലാത്തോണ്ട് പറയാ. ആ ബാരാക്കല്ലേ ആ കിഴപ്പ നമ്മൾ ടീമാണ്. ഞാൻ ചാവുന്നതാ. ആണോ അപ്പൊ ഏറ്റെടുത്തോ ഹലോ ചന്ദ്രൻ ഞാൻ ചോദിച്ച ന്യായമല്ലേ ചന്ദ്രൻ ഞാൻ ചോദിച്ച ന്യായമല്ലേ? എന്തിനാ അലീനയാണ് സോമു. അവനോട് അങ്ങനെ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞ് ആവോ? അപ്പൊ ഞാൻ അലീന എന്റെ മോളാവോ? ആവോ? എടാ ഞാൻ കഴിയട്ടെ എടാ ഇപ്പൊ എങ്ങനെയാണ് സൂര്യബോസന്റെ അച്ഛനെ വിളിച്ചത് നീ ആലോചിച്ചത്? അത് ഓരോ വിളവെടുക്കാൻ പോയിട്ട് പിന്നല്ല ഇങ്ങനെ അങ്ങനെ നീ വിളവെടുത്തേന്ന് തോന്നിക്കുന്നു. ഒരു സെക്കൻഡ് സംസാരിക്കുന്നു. ധനലക്ഷ്മി തമിഴായോണ്ട് പോട്ടെ. ഞാനും തന്നെ പരിചയപ്പെട്ടിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. അതിന് മുമ്പ് ഇത്ര വലിയ അനാവശ്യമായിട്ടുള്ള വോട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വോട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ അഡ്മിൻസിനെയും കിക്ക് ചെയ്യുന്ന അറിയിച്ചുള്ളത്. സൂപ്പർ പേടിക്കണ്ട ഞാൻ ഉണ്ട്. അവന്റെ സ്നേഹം കണ്ടോടാ. അവന്റെ സ്നേഹം കണ്ടില്ലടാ. ഇത് വരുമ്പോ ഞാൻ മാമന്റെ തലയിൽ അടിച്ചെടുത്തോളാം. മാമന്റെ ഉണ്ണി തലയില്ലേ അതേ കണക്കിട്ട് തല മാമന്റെ തലയിൽ വെച്ചോടുപ്പിക്ക. എന്താ ആരാ എന്താ പറഞ്ഞ കേട്ടില്ല? മാമന്റെ തലയില് ഇല്ല ഇത് എടാ അവൻ എടാ പിള്ള മനസ്സിൽ കള്ളമില്ല. അവൻ നിന്നെ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് കണ്ണാപ്പ അത് നീ ഇങ്ങനെ ഇത്ര ഇതായിട്ട് നീ ഇങ്ങനെ നിരസിക്കുന്നത്? പിള്ള മനസ്സൊന്ന് മാത്രം പറയല്ലേ. ഇവൻ ഇത്രയും പോലും ചന്ദ്ര സുഖാണോ? സുഖാണ് സൂപ്പർ സുഖമാണ്. കുക്കണ്ണ പോലെ പിണങ്ങല്ലോ വെറുതെ പറഞ്ഞല്ലേ കുക്കണ്ണ. അയ്യേ കുക്കണ്ണ ഇത്രയൊക്കെ കണ്ടാടിന്ന് വിളിച്ചോ. കണ്ടാടി അങ്ങനല്ല സോമു എല്ലാരടുത്തും പറയണം ഇതാണ് അവൻ കണ്ണച്ചൻ അല്ലെങ്കിൽ ഡാഡിന്നോ അച്ഛന്നാ വിളിച്ചോ നിന്റെ ഇഷ്ടം. അതാ അവനോട് ജോബ്. മനസ്സിലായി. സൂര്യ ബോസിന്റെ
ഇവർ ചെയ്തവരെല്ലാം ഇവർ തിരിച്ചു കിട്ടും. എല്ലാം ഇപ്പൊ തിരിച്ചു കൊടുക്കാം, തിരിച്ചു കിട്ടും. കിട്ടും, കിട്ടും. കണ്ടിയില്ല അണ്ണച്ചനെ കണ്ടിയില്ല അണ്ണച്ചാൻ കണ്ടിയാണെന്നോ? ഹലോ കോഴിക്കോട് മാമനാവും. അതോ ഇല്ലല്ല സൂപ്പർകള് നിങ്ങൾ എന്താ പറയുന്നത്? EMS ഇല്ലാത്തരച്ചുവേ എന്താ ഇവിടെ? ഹലോ ഹലോ അയ്യോ സാർ. കുട്ടി പേരെന്താ? ആ, ഇതാരാ? ഓ ഓ കണ്ണാപ്പി ദാരിദ്ര്യം തന്നെടാ. നമ്മളീ കുടുംബത്തിൽ പറഞ്ഞ നമ്മളീ പെമ്പിള്ളാരെ പറയാൻ എടാ ഈ പെമ്പിള്ളേരെ പേര് അവിടെ 2 പയ്യന്മാരുന്നല്ലോ, നീ അവന്മാരെ പേര് വെച്ചായിരുന്നാ? എടാ കണ്ണാപ്പി പുഴുക്കല്ല കണ്ണാപ്പി, ഇനി ഇടിച്ച് പുഴുക്കല്ല കണ്ണാപ്പി, ഇനി ഇനി വീണ നാണക്കേടാ. വണ്ടിക്ക് എഞ്ചിനില്ല. എന്താ പറ മുട്ടാ വരുന്ന അറിയണ്ട. എന്നാ ഞാനും വരാം. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, റേസ് ആണ് നിങ്ങൾ രണ്ടുപേരും ജയിക്കൂല, ഞാനാ ജയിക്കും. എന്നാ വെയിറ്റ്, ഞാനിവിടെ വരാം. അല്ലല്ല ഇത് എടാ മണ്ടനാണ് കണ്ണാപ്പി, അത് കസ്റ്റം വണ്ടി, ഇത് വേറെ, ഇത് നമ്മളെ ഇന്ത്യൻ വണ്ടി, ഇത് പെഗസി മനസ്സിലായില്ലേ? ആ അയ്യേ ഞാനല്ലല്ലോ റേസ് വിളിച്ച ബോസ് ഈ വണ്ടി ഞാൻ എടുത്തു തരാം, എന്റെ ഉണ്ട് മറ്റേ ഇവരോട് ഇമ്പോർട്ടിലോട് പോകും, ഞാൻ എടുത്തു തരാം. വേണ്ട വണ്ടി ഈ സെയിം വണ്ടിയിലെ എന്തോ എന്റെ ഉണ്ട്. ഇങ്ങോട്ടാണ് അവിടെ അടിയെന്ന് തോന്നുന്നു ഒരു ആൾക്കൂട്ടം. ആ ഇതല്ല ഇതെന്താ FPS ഭയങ്കര കുറവ്. കണ്ണാപ്പി ആരും കണ്ടില്ലടാ, കുഴപ്പമില്ല. കണ്ണാപ്പി അല്ല. ഹലോ അന്നാവീരപ്പൻ. വണ്ടി പെട്രോൾ തീർന്നല്ല. അത്രേ ഉള്ളു, അതൊക്കെ എനിക്ക് അതേ പറയാനുള്ളൂ. സ്വന്തം കാര്യം നോക്കടി പോടി, സ്വന്തം കാര്യം നോക്കി, സ്വന്തം കാര്യം നോക്കടി പോടി 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 വല്ല പണിയുടെ ചെയ്യും, വല്ല പണിയുടെ ചെയ്യും പോടി. ഓ അന്ന മോളെ ഇത് കേട്ടാ നീ ഏവലേ, നിങ്ങൾ കേട്ടായിരുന്നത്? എന്താ കണ്ണാപ്പി എന്താ പറ്റി? ആ നടന്നില്ല, നടക്കൂലല്ലോ ആസ് യൂഷ്വൽ. രണ്ടുമൂന്നിടത്ത് റിയൽ ലൈഫിൽ പറഞ്ഞേട്ടാ അവൻ കിംബരിച്ചിരി. നമുക്ക് ലിസ്റ്റ് ഒക്കെ എടുക്കട്ടെ. ഒരു കേസ് വരുന്നുണ്ട്, 24 ന്യൂസ് വിളിക്കുന്നുണ്ട്. 24 ന്യൂസിന്റെ അടുത്തൊന്ന് സംസാരിക്കണേ അന്ന്. എന്റെ പുള്ളിക്കാരൻ വരും. മുഖത്തിന് വെള്ളത്തുണി വാങ്ങിച്ചു വെച്ചു. അല്ല വീരപ്പൻ, ഈ കണ്ണാപ്പി ശല്യം ചെയ്യുന്നുണ്ടോ? ഇഷ്ടമാണെന്ന് പുറകെ നടക്കുന്നുണ്ടോ? ആ ഇല്ല, അത് ഡയറക്ട്ലി നടക്കത്തില്ല, ഇൻഡയറക്ട്ലി നടക്കും. അങ്ങനെയൊക്കെയാണ് ലോറി വളച്ചത്. അങ്ങനെയുണ്ട് ടാക്ടിക്സ് ആണ് എന്റെ. ഓ കണ്ണാപ്പി ഒരാളെ മോളെന്നൊക്കെ വിളിക്കണമെങ്കിൽ എന്തേലും കാണലോടാ അതിലെ. കണ്ണാപ്പി ഒരാളെ ഓ എന്ത് മോളെ, നീ എന്റെ ഫ്രണ്ട് എന്തെങ്കിലും ചേർത്തിട്ടായിരിക്കും മോളെന്ന് വിളിക്കുന്നത്. എന്നാ ഞാൻ കേട്ടിട്ടില്ല നീ മോളെന്ന് വിളിക്കുന്നത്. അല്ല അല്ല ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. നീ വിളിച്ചോടാ. അല്ലെങ്കിൽ നിനക്ക് നിന്റെ മോളുടെ പ്രായമുണ്ട്. സോനം പപ്പടി നിന്റെ മോനാവുമ്പോ എന്തായാലും അന്നക്ക് നിന്റെ മോളുടെ പ്രായം ഉണ്ടാവും. അല്ല അത് ഉള്ളതാണ്. ഞാൻ വാദിക്കില്ല, ഞാൻ വാദിക്കുന്നില്ല. ഞാനൊന്നും പറഞ്ഞ് വാദിക്കുന്നില്ല കണ്ണാ, ഞാൻ ഒന്നും പറഞ്ഞ് വാദിക്കുന്നില്ല. എന്താ വണ്ടി കളി ഏതാ ഈ കുട്ടി? വണ്ടിയിൽ നടന്നു മോളെ ആദ്യം പോട്ട് LKG UKG പാസ്സാ എന്നിട്ട് വണ്ടി കയറാം. ഇറങ്ങി കൊച്ചു പെണ്ണൊക്കെ. എത്ര വയസ്സുണ്ട് നിനക്ക്? ഹലോ അൻമോളെ,
ജാൻമോളല്ലേ അല്ലല്ല ഇത് ലിൽ ഫാമിലി മെയിലാണ് ആൻ ഫ്രാങ്ക് ആണ് ആൻ ഫ്രാങ്ക് പോയി കട്ട് ചെയ്യട്ടോ സ്മോക്കഡ് ബാബും പോയി കേട്ടോ DJ അതെന്താ ഗെയിം ക്രാഷ് അതെന്താ അവര് ഒരേ സമയത്ത് പോയത്? ക്രാഷ് ക്രാഷ് ഒരേ സമയത്ത് പോയെന്ന് പറഞ്ഞാൽ ക്രാഷ് നമ്മുടെ 50 സുപ്രീം അല്ലേ ഇച്ചിരി പെതുക്കല്ലേ പോകും 50-70 അങ്ങനൊന്നും പോകത്തില്ല നമ്മളെ സുപ്രീം എക്സ് 70യുടെ വാട്ടർ ലിക്വിഡ് കോൾ. കേരളത്തിൽ എനിക്കൊന്ന് ഗെയിമേഴ്സ് എനിക്ക് ചന്ദ്രനെ ഉള്ളത് ഇപ്പൊ കറന്റ് എന്റെ ലിക്വിഡ് കുറച്ച് കൂടിയാണ് എന്ന് വെച്ചാൽ കണ്ടപ്പോ നിന്റെ അകത്തുള്ള ഏതോ വാട്ടവെള്ളം നിന്റെ അകത്ത് വാട്ടവെള്ളം നിന്റെ വാട്ടവെള്ളമാണ് ഇവിടെ എത്ര FPS ഉണ്ട് രണ്ടുപേർക്കും വേഗം പറ സെറ്റിൽ ചെയ്യാം എനിക്ക് 460. നിനക്ക് എത്ര? പറ കേക്കട്ടെ. എന്തോ മോഡൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മറ്റേ 300-400 FPS പറഞ്ഞ മറ്റേ മാസറി വന്നേ. വാൾപേപ്പർ എന്റെ ഉണ്ട് പറ കണ്ണാ പറ. പിറ്റിയെന്നില്ലേ വാ ചന്ദ്രു എന്ത് ഗിഫ്റ്റ് നിന്റെ നല്ല ചിരിയാണ് കാണാ. ഗിഫ്റ്റ് അടിച്ചിട്ട് കഷ്ടം തന്നെ കഷ്ടം. വണ്ടി മാത്രം ബാക്കിൽ പൊത്തക്കാട്ടി വണ്ടി മാത്രം പറ്റവന്റെ മരിച്ചു. ഇച്ചിരി മൂക്കണം. പിന്നെ തുടർന്നോക്കില്ലേ കുറച്ചുകൂടെ ആവണം. കെച്ചക്ക് നമ്മളെ തുടർന്നോക്കില്ലേ ആള് കൂടി കേട്ടാ ഇവിടെ കുറച്ചിനെ മാറിക്കാവാ. കപ്പിൾസ് അടിതാമി കിട്ടിയോട്ടാ ചവിട്ടി ബാലം നിൽക്കുന്നു ബാലന്റെ അടിതാമി കിട്ടിയോട്ടാ. വെള്ളത്തിൽ പോലെ അടുത്ത് ക്ലോസ് ഉണ്ട് ക്ലോസ് പൈസ ഒക്കെ അയ്യോ എത്തിയില്ല ഇത് ആര് അപ്പൊ സോറി പറയാം. സോറി പറഞ്ഞോ ബ്രോ അറിയതാണ്. ഹലോ ഇതാരാ മനുഷ്യരാ ബ്രോ സോറി കേട്ടോ അറിയാം അറിയാട്ടോ ശരി നീയാണോ ബാല തന്തയില്ലാത്തവൻ? ഇനി ഇവിടെ കേറിയിരിക്കാം. ഇനി കേറിയെന്ന് ഇനി അമ്മ ചവിട്ടും. ആരിടിച്ചേർപ്പിത് വന്നേ
കേറാൻ പറ്റത്തില്ല. ഞാനും കൂടെ എന്നെ കൂടെ ക്യാരി പണ്ണുങ്ങോ ആരെങ്കിലും പണ്ണുങ്ങോ പണ്ണ് കിട്ടിയില്ല. പക്ഷെ എക്സ് അടിക്കുമ്പോ താഴെ പോലെ എക്സ് അടിക്കണ്ടേ ഇതിന്? എക്സ് അടിക്കുമ്പോ താഴെ പോലെ ഇല്ല പോലെ ഗുണ്ടയാ. ഗുണ്ടയ്ക്ക് പോലും ഇത്ര ആറ്റിറ്റ്യൂഡ് ഇല്ല. സ്പീഡ് കൂടി പോയി. സോറി സ്വന്തം കാര്യം പോടാ. ഹലോ ബ്രോ, സ്വന്തം കാര്യം നോക്ക് ബ്രോ. ഹലോ ബ്രോ. ഹലോ ബ്രോ. ഹലോ കേക്കാവോ? അവന് വോയിസ് ചെക്കാൻ പോലും അറിഞ്ഞൂടാത്തൊരു പേരാ. ഹലോ ബ്രോ കേക്കാവോ? ബ്രോ ചവിട്ടിയുടെ പേര് കണ്ണാപ്പി എന്നാണ് പേര്. ജർമ്മൻ കണ്ണാപ്പി. ബ്രോ കണ്ണാപ്പി കണ്ണാപ്പിയാണ് ചവിട്ടിയ ഞാനല്ല. ഇത് പെട്ടെന്ന് രക്ഷപ്പെടും. ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യാം. ഗേൾഫ്രണ്ട് ആണോ ഇത്? ദൈവത്തെ വിളിക്കണം. ഹലോ ദൈവത്തെ വിളിക്കണം. പേരെന്താ? നടാഷ. ബോസ് നിങ്ങളൊക്കെ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ദൈവത്തെ വിളിക്കണം. ദൈവത്തെ വിളിക്കണം. വെറുതെ ഇരിക്കുക. നിങ്ങളെന്താ പരിപാടി? നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ ചവിട്ടിയിട്ട് ചുമ്മാ കിട്ടിയായിരുന്നു നേരത്തെ 2 നമുക്ക് അറിഞ്ഞൂടാ. ചുമ്മാ കറങ്ങിയുടെ ആൾക്കാരൊക്കെ തൊഴിച്ച് എന്റെ ബാൻഡൊക്കെ വാങ്ങി ഇത് നോക്കല്ലേ ആകണ്ട. ഇതെന്താ ഇതെന്താ എനിക്കും എന്നിട്ടാണല്ലോ നീ ആൾക്കാർ ചവിട്ടിടാൻ പറഞ്ഞു കണ്ണാപ്പി. ഞാൻ അല്ലല്ലോ പറഞ്ഞത്. അതല്ല ചവിട്ടിയിടുന്നതിന്റെ അല്ല ഇന്ന് പൊങ്ങാത്തന്റെ. എടാ അങ്ങനെ ഇടരുത്. ഗോഡിനെ ഇങ്ങോട്ട് വിളി. ബഗ്ഗാന്ന് പറഞ്ഞ വിളി. എന്തിനാണ് എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്തിനാണ്? സോറിട്ടാ. പൊക്കിക്കോളൂ. ചന്ദ്രൻ എന്തിനാ അടിച്ചത്? ചന്ദ്രൻ ഇടിച്ചോല അവനെ ഇടിച്ചോല 50,000 രൂപ. ഫാമിലിനെ കൊല്ലം 50,000 രൂപ. ഇടിച്ച് ഉറക്ക്. നമ്മുടെ പിള്ളേരാ. കുട്ടി കണ്ട കുട്ടിയുടെ ബോയ്ഫ്രണ്ട് ഇട്ടിട്ട് പോയി. ബോയ്ഫ്രണ്ട് പോയി. സാവജിന്റെ ഗേൾഫ്രണ്ട് ആണ് ഇത്. എന്താ പേര്? ഒലിവിയ. ഓക്കെ. എലക്ഷൻ ഒളിപ്പിക്കലാണല്ലോ. ഇവിടെ വേറെ ആരെടുത്തോ? വേറെ ആരെടുത്തോ? എടാ അന്ന വീരപ്പൻ ആർക്കും സെറ്റ് ആയില്ല ഇതുവരെ. ചന്ദ്രു നമ്മ കല്യാണം നടത്താൻ പറ്റി. അതാ ആ കൊച്ചിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കീപ് ദാറ്റ് ചിരി ഉള്ള ഒരാളുടെ അതൊന്ന് മാറി. എപ്പോ പറ എപ്പോഴും സെറ്റ് ആവും കുറിച്ച്. ചന്ദ്രു ചന്ദ്ര പുതിയ സിറ്റി എന്താണ് വ്യാഴ്ച? എന്തോന്ന് പുതിയ സിറ്റി വരുമ്പോ എല്ലാവരുടെ ഓർമ്മയൊക്കെ പോകുന്ന കേട്ടോ. അപ്പൊ ഭാര്യയൊന്നും കാണൂല. പുതിയ സിറ്റി അല്ലേ? അതെ. എന്റെ ഓർമ്മയും എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബ്രദേഴ്സ് തമ്മിൽ ഓർമ്മ കേട്ടോ.
അതെ അതെ അതെ. ബാക്കി റിലേഷൻ എല്ലാം മറന്നു പോകും. ഇത് അപ്പൊ പിന്നെ കൊറേ പേരുടെ റിക്വസ്റ്റ് പോയി. അപ്പൊ കൊറേ പേരുടെ റിക്വസ്റ്റ് പോയി. എടാ എല്ലാം ഇൻസ്റ്റാഗ്രാം കയറി നോക്കണേ. സോനപ്പപ്പടിക്ക് എന്തോ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. എടാ എല്ലാരും അതിനു മുമ്പ് എന്റെ ഇൻസ്റ്റൈഡ് നോക്കണം. എന്തിനു സോനുമാമയുടെ പറഞ്ഞു? എടാ സാവേജ്, എടാ ഒന്ന് ഇൻസ്റ്റ എടുത്ത് സോനപ്പപ്പടെ ഇത് നോക്കേ. ആ അല്ല സോനപ്പപ്പടി സോമപ്പപ്പടി നോക്ക് നോക്ക്. ജർമ്മൻ സോമോന്നാ കണ്ണാപ്പി. സോമപ്പപ്പടിയുടെ ഇൻസ്റ്റാഗ്രാം പേര് ഉണ്ടായിരുന്നാ ജർമ്മൻ സോമു. ജർമ്മൻ സോമു എന്നൊക്കെയത്. ജർമ്മൻ സോമു. എടാ എല്ലാരും അറിയാണ്ട് പറയണേ. കണ്ണാപ്പി ഇനി തൊട്ട് കണ്ണാപ്പി ഒരു അച്ഛനാണ്. അപ്പൊ അവനെ ആ രീതിയിലുള്ള റെസ്പെക്ട് കൊടുക്കണം കേട്ടോ. എടാ കണ്ണാപ്പി, നീ ഗ്യാങ് ഫണ്ട് നിനക്ക് ഒരു 25% ഓഫ് ഉണ്ടേ. ഈ കർമ്മ എന്നൊക്കെ പറയണത് എന്തോ ഉള്ളതല്ലേ? സത്യം. ഞാൻ ഇതൊക്കെ മൈൻഡ് ചെയ്തിരുന്നാ പോരെ എന്റെ ജീവിതത്തിൽ. മൈൻഡ് ചെയ്തിരുന്ന തീരാന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു. നീ മൈൻഡ് ചെയ്യില്ല, ഞാൻ മൈൻഡ് ചെയ്യും. ചന്ദ്രൻ മൈൻഡ് ചെയ്തോണ്ടിരുന്നോ? ആ അത് അതിനെക്കാട്ടിലും സോപ്പ് എപ്പടി മൈൻഡ് ചെയ്യും അല്ലേ? എന്നാ അന്നമോൾ എന്താ പരിപാടി? അയ്യോ അങ്ങനെ പോലെ ആരൊക്കെ പടച്ചു വിടണേ? ചന്ദ്രൻ എന്തോ പറയാനുണ്ടത്. എന്ത്? എനിക്കൊന്നേ പറയുള്ളൂ, അത് പറയുമ്പോ ചന്ദ്രനൊക്കെ ബ്ലഷ് ആവുന്ന കേട്ടാ. അത് പറയുമ്പോ ചന്ദ്രനൊക്കെ ബ്ലഷ് ആവുന്നല്ലേടാ. അത് പറയുമ്പോ ചന്ദ്രനൊക്കെ ബ്ലഷ് ആവുന്ന കേട്ടാ. ചന്ദ്രനായിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ. അന്ന എത്ര പ്രപ്പോസൽ വന്നു ഇവിടെ വന്നിട്ട്? സത്യം പറഞ്ഞ പ്രപ്പോസ് ചെയ്തത് ഞാൻ മാത്രമേ. എല്ലാവരും പ്രപ്പോസ് ചെയ്തു. എത്ര പേര് റിജക്ട് ചെയ്തു? കേക്കട്ടെ. അത്രയും തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പൊ എന്തോരം വന്നു. അല്ല പ്രാങ്ക് ഒന്നുമല്ല. ഇപ്പം കുട്ടി എസ് ആണ് പറയുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പറയും പ്രാങ്ക് ഒന്നുമല്ലെന്ന്. അങ്ങനെ പറഞ്ഞേനെ. എല്ലാരും ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ച പ്രാങ്ക് ആണോന്ന്. അപ്പൊ ആ പ്രാങ്ക് എന്ന് പറഞ്ഞു. എല്ലാം എന്നൊക്കെ അറിയാം. എല്ലാം ഒരു ധാരണ ഉണ്ട്. ഇല്ല അത് സംഭവം എന്താ വെച്ചാല് അവളെന്താ ആരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാത്ത അറിയാം. അവളുടെ മനസ്സിൽ ഒരു കാര്യം ഉറച്ചിരുന്നുണ്ട്. അയാൾ ഇനി എന്ന് വന്ന് പ്രപ്പോസ് ചെയ്താൽ അന്ന് ചിലപ്പോ ഒന്ന് സെറ്റായ തന്നെ. ഈ ആളെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആളെ ചിരിയടിപൊളിയാ. മസില് കണ്ട് സിക്സ് പാക്ക് ഉണ്ട്. സർപ്പാട്ടയിലൊക്കെ ഇച്ചിരി കമ്പുള്ള ആളാണ്. ഒരു ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ട്, തന്തയുണ്ട്. അതാ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. കണ്ണാപ്പി ഒരു അച്ഛനാണ്, അവന് കൂടുതൽ റെസ്പെക്ട് കൊടുക്കണേ. സോംപപ്പടിയുടെ അച്ഛനാണ് അവൻ. കണ്ടായിരുന്നാ സോംപപ്പടി ഇൻസ്റ്റഗ്രാം നോക്കി പക്ഷെ എന്റെ മോനാണ്. പക്ഷെ പേര് ചന്ദ്രന്റെ മോൻ. ചന്ദ്രന്റെ എല്ലാവരും തലയിൽ അടിച്ചു കൊടുക്കണം. ഇൻസ്റ്റ എടുത്തിട്ട് സോംപപ്പടി അടിച്ച ഇല്ല ജർമ്മൻ സോമു. സോറി പേരെന്താ നടക്കുന്നത്? ജർമ്മൻ സോമു തന്നെയാണോ? അതെ അപ്ലോഡ് ആകുമ്പോ സമയം എടുക്കട്ടെ. അപ്ഡേറ്റ് ആവനെ കണ്ണാ. പാവം പിള്ളേരുടെ ഓരോരോ ആഗ്രഹങ്ങളെ കണ്ണാ. ഇതൊക്കെ എല്ലാം എന്റെ തലയിൽ അടിച്ചിരുന്ന ഈ പരിപാടി ഉണ്ടല്ലോ.
അല്ല നിനക്ക് അതൊന്നും കുഴപ്പമില്ല. പോലെ ഇതങ്ങ് വെച്ചൂടെ? അതാണ് കർമ്മ എന്നുള്ള സാധനം ഉള്ളതാണടാ. നീ ആ പാവ സൂര്യൻ എന്തോരെ കളിയാക്കിയാടാ. അപ്പൊ ഈ കണ്ണാപ്പിക്ക് എത്ര വയസ്സുണ്ട്? കണ്ണാപ്പിക്ക് 10, 20, 27 വയസ്സുണ്ട്. പക്ഷേ ഇവനെ ഞാനാണ് എടുത്തു വളർത്തിയത്. അപ്പൊ എനിക്കറിയാം ഒരു 12 വയസ്സായപ്പോ ഇവനൊരു 20-കാരന്റെ മെച്യൂരിറ്റിയും അതിലേ ഒരു കേസുണ്ട് 24 ന്യൂസ് വിളിക്കുന്നുണ്ട്. ഒരു 20-കാരന്റെ ഒരു ശരീര പ്രകൃതവും കാണാറുണ്ട്. അപ്പൊ എന്താ പറയാ, ആ സമയം തൊട്ടേ ആള് ഇവിടെ ഇല്ല, വീട്ടിലില്ല, സഞ്ചാരമാണ്. ഓ മനസ്സിലായി. അതെ 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 അതെ. അല്ലടാ കണ്ണാ, 24 ന്യൂസ് പോയി. 24 ന്യൂസ് 24 അതെ 24 ന്യൂസ് പോയി. 24 ന്യൂസ് എന്താ? പോയി ഇത് പോയി. നേരെ ചന്ദ്രു നിന്റെ 24 പോണാന്ന്. ഹലോ അന്നമോൾ, ഓടാ അവിടെ നിന്ന് 24. ആ ഞാൻ അന്നമോളെന്ന് വിളിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? അത് കുറച്ച് അന്നെ ലാ 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 ലാ. അവൻ പോയതാ. ഞാൻ അപ്പുറത്തോട്ട് പോയി. ലബനീസല്ലോ ഇവിടെ ഇരുന്നെ പോലെ. അമീസല്ലേ? ആ അന്ന നീ ലബനീസാണോ നാട്ടിൽ? അന്ന കണ്ണാ പ്രപ്പോസ് ചെയ്തായിരുന്നാ? ഇല്ല ചെയ്തില്ല. എന്നെ റൈഡ് കൊണ്ടുപോയായിരുന്നു. ഞാൻ കാര്യം ചോട്ടെ, പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്ന കണക്ക് എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ഉണ്ടായോ ആളുടെ സൈഡിൽ നിന്ന്? ഇല്ല അറ്റംപ്റ്റ് നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും. ആ ഇപ്പൊ ഈ അന്നമ്മ, ഞാൻ എന്താ അന്നാന്ന് വിളിച്ചോ, എന്താ അന്ന മോളെന്ന് വിളിച്ചോട്ടെ, മോനെന്ന് വിളിച്ചോട്ടെ. അല്ല ഈ സിറ്റിയില് ഒരു സിറ്റിയില് നമ്മള് വേറെ കാര്യം പറയുന്നത്. നീ എന്താ ഈ പറയുന്നേ? അല്ല ഒരു സിറ്റിയിൽ ഒരു മനുഷ്യന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാത്ത ഒരുത്തനാണ് നീ. അതായത് ഒരു മനുഷ്യന്റെ അടുത്ത് നീ പക്ഷെ നീ മോളെന്ന് മോനെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എല്ലാ പെമ്പിള്ളേരും അങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് നിന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? എന്നാ എന്റെ മോളെന്ന് ഇതാക്കിയാ വിളിക്കാം, ഇച്ചിരി കൂടെ ഷോർട്ട് ആക്കിയാ വിളിക്കാം. കണ്ണാപ്പി കുറച്ച് ഭയങ്കര ഓൾഡ് സ്കൂൾ ആവുന്നുണ്ട്. ഈ കലിപ്പൻ വൈബ് പിടിച്ച് മറ്റേ കലിപ്പനായിട്ട് അതൊന്നും അന്ന് വർക്കാവില്ല. ഇപ്പൊ വർക്കാവില്ല അത്. ഞാൻ ഇനിയിപ്പോ എന്തൊക്കെ വർക്കാവാൻ എനിക്ക് എന്ത് വർക്കാക്കണ്ട. ഇനി ഒരു പെണ്ണില്ല എന്റെ ജീവിതത്തിൽ. അതാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് ഓൾഡ് സ്കൂളാ ഈ ഡയലോഗ്. ഇത് ഓൾഡ് സ്കൂളാ പറയണല്ലോ. ഒറ്റ വാക്ക എന്തിനും, ഒറ്റ തന്ത എന്തിനും ചങ്കന, ഒറ്റ തന്ത. പേരെന്താണ്? അച്ഛന് പേരെന്താണ്? ഇല്ല ഇത് ഒഴുകി നമ്മൾ ഒഴുകി വന്നല്ലേ. ഒറ്റ വ്യക്തിയാ ചന്ദ്രന്റെ അച്ഛന്റെ പേരെന്ന് പറഞ്ഞു. ചന്ദ്രന്റെ അച്ഛന്റെ പേര് ഞാൻ ഡയലോഗ് അടിച്ചില്ലല്ലോ. ഞാൻ ഡയലോഗ് അടിച്ചോ ഇവിടെ? അല്ല ഞാൻ ഡയലോഗ് അടിച്ചോ? ഞാൻ ഓർഫനാണ്, ഞാൻ ഡയലോഗ് അടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ കഞ്ചാവ് ജോസഫ് ഞാൻ പറയാം. കഞ്ചാവ് അടിച്ചെന്നെ മരിച്ച്. അല്ല പീടി പിടിച്ചിടിച്ചതാ. കഞ്ചാവ് അടിച്ചിട്ട് പീടി പിടിച്ചു. എന്താ പരിപാടി? പിന്നെ എന്ത് പരിപാടി? ഇങ്ങനെ നിക്കുന്നു. എത്ര പെട്ടെന്നല്ല ഓരോ ആൾക്കാർ വൈറലാവണേ. എന്നാ ഭയങ്കര വൈറലാട്ടോ ഇപ്പൊ. ഇത് വൈറൽ നല്ല ഇതൊന്നും പറയുന്നത് കഷ്ടം തന്നെ. ഓരോ കോഴിത്തരം കാണിച്ച് തോമസ് സെൽഫി ഇവിടെ ഉണ്ടാ ഇപ്പൊ കണ്ടാ പോയോ? പെട്ടത്തോട്ടെ വരത്തില്ല കേട്ടോ. എന്താണ് നിങ്ങളുടെ പരിപാടി? എന്താണ് പരിപാടി? എന്താ പരിപാടി? ഒന്നുമില്ല ഇങ്ങനെ. അപ്പൊ ശരി അണ്ണാ, ബൈ. അന്നെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാം. ശരി ബൈ ബൈ. ധൈര്യം ഉണ്ടോ ഒന്നുകൂടെ തരടി. എന്റെ വണ്ടി ചെയ്യുന്ന ഇന്ന് പീക്ക് ഉണ്ടോന്നോ? ഇന്ന് പീക്ക് ഇന്ന് പീക്കളി. ഇന്ന് സിറ്റിയിൽ ആക്ടിവിറ്റി ഒന്നും ഇല്ല. ഓ ആരോ എന്തോ മാറ്റി സിറ്റി കത്തി.